മുപ്പത്തിയാറാം ദിവസം ഗോസിപ്പ് ആൻഡ് സ്ലാൻഡർ. പരദൂഷണം വാക്കുകളിലെ വിഷവും വിവേകവും. പരദൂഷണം എന്നത് കേവലം ഒരു സംസാരമല്ല, മറിച്ച് ഒരാളുടെ വ്യക്തിത്വത്തെയും ജീവിതത്തെയും തകർക്കാൻ കെൽപ്പുള്ള മാരകമായ ഒന്നാണ്. ആത്മീയമായ അടിസ്ഥാനം, നാവിലെ നിയന്ത്രണം. വിശുദ്ധ ഗ്രന്ഥം പരദൂഷണത്തെയും നാവിലെ തിന്മയും കുറിച്ച് കർശനമായ മുന്നറിയിപ്പുകൾ നൽകുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 20-ാം അധ്യായം 19-ാം വാക്യം. പരദൂഷകൻ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നു. വായാടിയുമായി സമ്പർക്കം പുലർത്തരുത്. സുഭാഷിതങ്ങൾ 10-ാം അധ്യായം 19-ാം വാക്യം. വിവേകമതി നാവ് നിയന്ത്രിക്കുന്നു. ഇതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുന്നതിന് മുൻപ് അത് സത്യമാണോ എന്നും അത് മറ്റൊരാൾക്ക് ദോഷം ചെയ്യുമോ എന്നും ചിന്തിക്കണം. നാവ് നിയന്ത്രിക്കുന്നവനാണ് യഥാർത്ഥ വിവേകി. അല്പം മനഃശാസ്ത്രപരമായി നോക്കിയാൽ പരദൂഷണം പറയുന്നവർ പലപ്പോഴും സ്വന്തം അപകർഷതാബോധം മറയ്ക്കാനാണ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത്. ഇതിനെ മറികടക്കാൻ സോക്രട്ടീസിന്റെ പ്രശസ്തമായ ട്രിപ്പിൾ ഫിൽട്ടർ ടെസ്റ്റ് സഹായിക്കും. എന്താണെന്ന് നോക്കാം. ഒന്നാമതായി, സത്യം. നിങ്ങൾ പറയാൻ പോകുന്ന കാര്യം 100% സത്യമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? രണ്ടാമതായിട്ട്, നന്മ. അത് ആ വ്യക്തിയെക്കുറിച്ച് പറയുന്ന നല്ല കാര്യമാണോ? മൂന്നാമതായി, ഉപയോഗം. ഈ കാര്യം പറയുന്നത് കൊണ്ട് കേൾക്കുന്നവർക്കോ പറയുന്നവർക്കോ വല്ല ഗുണവുമുണ്ടോ? ഈ 3 ചോദ്യങ്ങൾക്കും അല്ല എന്നാണ് ഉത്തരമെങ്കിൽ ആ കാര്യം പറയാതിരിക്കുന്നതാണ് വിവേകം. 2026 ജനുവരി 14 ഒരു വാർത്താ റിപ്പോർട്ട്. ഡിജിറ്റൽ പരദൂഷണം. എറണാകുളം സ്വദേശിനിയുടെ ആത്മഹത്യാശ്രമം. 3 അയൽവാസികൾ കസ്റ്റഡിയിൽ. സംഭവം എറണാകുളം ജില്ലയിലെ താമസിക്കുന്ന ഒരു വീട്ടമ്മയെക്കുറിച്ച് അവരുടെ അയൽവാസികൾ ഒരു വ്യാജ ശബ്ദ സന്ദേശം വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചു. അവർ അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടുന്നു എന്നതായിരുന്നു സന്ദേശം. സത്യമറിയാതെ അത് ഗ്രൂപ്പുകളിൽ നിന്ന് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തു. യാതൊരു തെറ്റും ചെയ്യാത്ത ആ സ്ത്രീ നാട്ടുകാരുടെ പരിഹാസവും കുത്തുവാക്കുകളും സഹിക്കാനാകാതെ ജനുവരി 14 ആത്മഹത്യക്ക് ശ്രമിച്ചു. ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട അവർ വളരെ ദിവസങ്ങൾക്ക് ശേഷമാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. സൈബർ സെൽ നടത്തിയ അന്വേഷണത്തിൽ കുടുംബപരമായ ഒരു ചെറിയ തർക്കത്തിന്റെ പേരിൽ അതിന്റെ പക തീർക്കാൻ അയൽവാസികൾ ചേർന്ന് കെട്ടിച്ചമച്ച കഥയായിരുന്നു ഇതെന്ന് തെളിഞ്ഞു. കുറ്റവാളികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. നമ്മുടെ ഒരു നിമിഷത്തെ നേരം പോക്ക് മറ്റൊരാളുടെ ജീവിതം ഇല്ലാതാക്കാം. കേൾക്കുന്ന കാര്യങ്ങൾ വിവേചന ബുദ്ധിയില്ലാതെ പ്രചരിപ്പിക്കുന്നത് കുറ്റകരവും അധാർമികവുമാണ്. ഇന്ന് നമുക്ക് ഇങ്ങനെ പരിശ്രമിക്കണം. പരദൂഷണത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഈ കാര്യം ചെയ്യുക. ഒന്നാമതായി, മൗനം പാലിക്കുക. ഒരാൾ മറ്റൊരു വ്യക്തിയെക്കുറിച്ച് മോശമായി പറയാൻ തുടങ്ങുമ്പോൾ ഒന്നുകിൽ വിഷയം മാറ്റുക, അല്ലെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുക. രണ്ടാമതായി, നല്ലത് പറയുക. ഒരാളെക്കുറിച്ച് മോശം കേൾക്കുമ്പോൾ ആ വ്യക്തിയിലുള്ള എന്തെങ്കിലും ഒരു നല്ല ഗുണം എടുത്തു പറയുക. മൂന്നാമതായി, സ്വയം ചോദിക്കുക, ഞാനില്ലാത്തപ്പോൾ എന്നെക്കുറിച്ച് മറ്റൊരാൾ ഇങ്ങനെ പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെടുമോ? വാക്കുകൾ അമ്പ് പോലെയാണ്. ഒരിക്കൽ തൊടുത്തു വിട്ടാൽ തിരിച്ചു വിളിക്കാൻ കഴിയില്ല. വിശുദ്ധ ഔസേപ്പ് പിതാവ് നിശബ്ദതയിലൂടെ ദൈവഹിതം നിറവേറ്റിയതുപോലെ അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കി സമാധാനം നിലനിർത്താൻ നമുക്ക് പരിശ്രമിക്കാം. ചുരുക്കത്തിൽ, മറ്റൊരാളുടെ കുറ്റങ്ങൾ എണ്ണുന്നതിന് മുൻപ് നമ്മുടെ കൈകളിലെ അഴുക്ക് കഴുകാൻ സമയം കണ്ടെത്തുക. കർത്താവായ ഈശോ മിശിഹാ പറഞ്ഞ 2 കാര്യങ്ങൾ നമുക്ക് ഓർക്കാം. മറ്റുള്ളവരുടെ കണ്ണിലെ കരട് എടുത്ത് മാറ്റുന്നതിന് മുമ്പ് സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം എടുത്തു മാറ്റുക. രണ്ടാമതായി, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ. നമുക്ക് നമ്മെ തന്നെ വിചിന്തനം ചെയ്യാം. ദൈവം അനുഗ്രഹിക്കട്ടെ.